സ്ത്രീകൾക്ക് ജീവനാംശം നൽകുന്നത് സംബന്ധിച്ച് ഇപ്പോഴും പല തർക്കങ്ങൾ പല രീതിയിൽ നടക്കുന്നുണ്ട്. ജീവനാംശം മുസ്ലിം സ്ത്രീകൾക്കാണെങ്കിൽ മതപരമായ നിയമങ്ങളും പരിഗണിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ ചർച്ചകൾക്കെല്ലാം അടിവരയിടുന്ന ഒരു വിധി പ്രസ്താവമാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്. ജീവനാംശം ദാനമല്ല, അത് സ്ത്രീകളുടെ അവകാശമാണ്. വിവാഹമോചനം നേടിയ സ്ത്രീകൾക്ക് ജീവനാംശം നിയമപരമായി തന്നെ ആവശ്യപ്പെടാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്കും ക്രിമിനൽ നടപടി ചട്ടപ്രകാരം, അതായത് CRPC പ്രകാരം ജീവനാംശം ആവശ്യപ്പെട്ട് മുൻ ഭർത്താവിനെതിരെ കേസ് നൽകാമെന്നും കോടതി വിധിച്ചു. ഭാര്യയെ വിവാഹമോചനം ചെയ്യുന്ന മുസ്ലിം പുരുഷൻ 1986 മുസ്ലിം വ്യക്തി നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരവും മറ്റ് ആനുകൂല്യങ്ങളും നൽകിയാലും 1974 CRPC 125 വകുപ്പ് പ്രകാരം മാസം തോറും ചെലവിന് കൂടി നൽകണമെന്നാണ് ജസ്റ്റിസുമാരായ BV നാഗരത്ന, അഗസ്റ്റിൻ ജോർജ് മസീഫ് എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റെ വിധി. CRPCയിലെ 125 വകുപ്പ് എല്ലാ മതത്തിലുമുള്ള എല്ലാ സ്ത്രീകൾക്കും ബാധകമാണെന്നും വ്യത്യസ്ത വിധിന്യായങ്ങളിലൂടെ സുപ്രീം കോടതി വിധിച്ചു. വിവാഹമോചിതയായ ഭാര്യയ്ക്ക് ഇടക്കാല ജീവനാംശം നൽകാനുള്ള നിർദ്ദേശത്തിനെതിരെ ഒരു മുസ്ലിം യുവാവ് സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെയായിരുന്നു സുപ്രീം കോടതിയുടെ ഈ സുപ്രധാന നിരീക്ഷണം. മുസ്ലിം വ്യക്തി നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരവും ആനുകൂല്യങ്ങളും ഇദ്ദേഹം ഭാര്യയ്ക്ക് നൽകി കഴിഞ്ഞിരുന്നു. എന്നാൽ CRPC പ്രകാരം മുൻ ഭാര്യയ്ക്ക് മാസം തോറും 10,000 രൂപ ചെലവിനും കൂടി കൊടുക്കണമെന്ന് വിധിച്ച തെലങ്കാന ഹൈക്കോടതി വിധി ചോദ്യം ചെയ്താണ് അബ്ദുൾ സമദ് എന്ന യുവാവ് സുപ്രീം കോടതിയിലെത്തിയത്. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഹർജി സുപ്രീം കോടതി തള്ളുകയാണ് ഉണ്ടായത്. മുൻ ഭാര്യയ്ക്ക് മുസ്ലിം വ്യക്തി നിയമപ്രകാരമുള്ള ആനുകൂല്യങ്ങൾക്ക് പുറമെ അബ്ദുൾ സമദ് മാസം തോറും 20,000 രൂപ ചെലവിന് കൊടുക്കണമെന്ന കുടുംബ കോടതിയുടെ വിധിയാണ് കേസിന് ആധാരമായത്. ഇതിനെതിരെ ഇദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ചെലവിന് നൽകേണ്ട തുക 10,000 രൂപയാക്കി കുറച്ച ഹൈക്കോടതി കുടുംബ കോടതിയുടെ ഉത്തരവ് അംഗീകരിക്കുകയാണ് ചെയ്തത്. ഇതിനെതിരെയായിരുന്നു അബ്ദുൾ സമദ് സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ ഇന്ത്യയിലെ വിവാഹിതരായ പുരുഷന്മാർ തന്റെ ഭാര്യയ്ക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി വിധി പ്രസ്താവത്തിലേക്ക് കടന്നത്. പ്രതിഫലം ഒന്നും പ്രതീക്ഷിക്കാതെ കുടുംബത്തിന്റെ ക്ഷേമത്തിനായി ദിവസം മുഴുവൻ പ്രവർത്തിക്കുന്നവരാണ് വീട്ടമ്മമാരെന്നും സ്വതന്ത്രമായ വരുമാന മാർഗമില്ലാത്ത അവർക്ക് തന്റെ ശേഷിക്കനുസരിച്ച് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കേണ്ടത് പുരുഷന്റെ കടമയാണെന്നും കോടതി പറഞ്ഞു. 1986 നിയമത്തിലെ 3-ാം വകുപ്പ് പ്രകാരമുള്ള എല്ലാ വ്യവസ്ഥകളും പാലിച്ച ശേഷവും സ്ത്രീക്ക് സ്വന്തമായി വരുമാനത്തിന് വകയില്ലാത്ത സാഹചര്യം ഉണ്ടായാൽ 1973 ക്രിമിനൽ നടപടിക്രമത്തിലെ 125 വകുപ്പ് പ്രകാരം കോടതിയെ സമീപിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ജീവനാംശം കിട്ടിയില്ലെങ്കിൽ ഭർത്താവിനെതിരെ ക്രിമിനൽ കേസ് വരെ കൊടുക്കാമെന്നാണ് ചുരുക്കം. അതല്ലെങ്കിൽ മുസ്ലിം വ്യക്തി നിയമപ്രകാരമുള്ള ബാധ്യതകളെല്ലാം നിറവേറ്റിയെന്നും ആ സ്ത്രീക്ക് സ്വന്തം ചെലവ് നടത്താൻ കഴിയുമെന്നും മുൻ ഭർത്താവിന് കോടതിക്ക് മുന്നിൽ സ്ഥാപിക്കാനാകണം. CRPC പോലെയുള്ള മതനിരപേക്ഷ നിയമത്തേക്കാൾ മുൻഗണന 1986 മുസ്ലിം വ്യക്തി നിയമങ്ങൾക്ക് ലഭിക്കില്ലെന്നും ബെഞ്ച് വ്യക്തമാക്കി. ഏതു നിയമപ്രകാരം പരിഹാരം തേടണമെന്ന് മുസ്ലിം സ്ത്രീകൾക്ക് തീരുമാനിക്കാമെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് നാഗരത്ന വിധിന്യായം എഴുതിയത്. ഇദ്ദ കാലയളവിൽ ചെലവിന് നൽകണമെന്ന മുസ്ലിം വ്യക്തി നിയമത്തിലെ വ്യവസ്ഥ ചെലവിന് നൽകേണ്ടത് ഇദ്ദ കാലത്ത് മാത്രമാണെന്ന തരത്തിൽ വ്യാഖ്യാനിക്കരുത്. മറ്റ് വരുമാനമില്ലാത്ത വിവാഹമോചിതയുടെ പുനർവിവാഹം നടക്കുന്നതുവരെ ചെലവിന് നൽകണമെന്ന് സുപ്രീം കോടതി നേരത്തെ വ്യക്തമാക്കിയതാണെന്നും വിധിയിലുണ്ട്. 1985 സുപ്രധാനമായ ഷാബാനോ കേസ് വിധി ചൂണ്ടിക്കാട്ടിയായിരുന്നു വിധി പ്രസ്താവം. നിയമവിരുദ്ധമായ തൊലാഖിന് ശേഷവും CRPC 125 വകുപ്പ് പ്രകാരം സ്ത്രീക്ക് ജീവനാംശത്തിന് അവകാശപ്പെടാം. മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കി നരേന്ദ്രമോദി സർക്കാർ 2019 പാസാക്കിയ നിയമത്തിലെ 5-ാം വകുപ്പ് പ്രകാരം നിയമവിരുദ്ധ തൊലാഖിന് ശേഷം ഭർത്താവിൽ നിന്ന് ചെലവിനായി കോടതിയെ സമീപിക്കാമെന്നും ജസ്റ്റിസ് BV നാഗരത്ന വ്യക്തമാക്കി. സുപ്രീം കോടതിയുടെ സുപ്രധാന വിധിക്ക് ശേഷം വിഷയത്തിൽ വാദപ്രതിവാദങ്ങൾ ശക്തമാവുകയാണ്. മാസം തോറും ചെലവിന് പണം നൽകുക എന്നത് ഇസ്ലാമിക ശരീഅത്തിന് എതിരാണെന്ന അഭിപ്രായവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കൊൽക്കത്തയിലെ നഖോഡ മസ്ജിദ് ഇമാം മൗലാന മുഹമ്മദ് ഷഫീഖ് കാസിമി. വിവാഹമോചനം നേടിയ ഭാര്യയ്ക്ക് ഭർത്താവ് വിവാഹ സമയത്ത് നൽകിയ മഹറും ഇദ്ദ കാലയളവിൽ ചെലവിനുള്ള പണം നൽകുന്ന സമ്പ്രദായവും നിലവിലുണ്ട്. നിങ്ങളുടെ പദവിക്കനുസൃതമായി അവൾക്ക് സമ്മാനം നൽകുക, മാന്യമായി അവളോട് വിട പറയുക എന്നാണ് ഖുർആനിൽ പറയുന്നത്. മാസം തോറും ചെലവിന് കൊടുക്കുക എന്ന സംവിധാനം ഇസ്ലാമിൽ ഇല്ലെന്നും ഇത് പുരുഷന്മാരിൽ അധികമായി ചുമത്തുന്നതാണെന്നും ഷഫീഖ് കാസിമി ചൂണ്ടിക്കാട്ടി. സുപ്രീം കോടതി ഉത്തരവ് ശരീഅത്തിന് എതിരാണെന്നും എന്നാൽ എല്ലാവരും കോടതി ഉത്തരവ് അംഗീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ കോടതി ഉത്തരവിനെ എതിർത്തും അനുകൂലിച്ചും ചർച്ചകൾ പുരോഗമിക്കുകയാണ്.